അല്ല, അതുകൊണ്ട് തന്നെയാണ് നിഷാദെ ജനാധിപത്യ ഭരണകൂടത്തിൽ എപ്പോഴും ഏജൻസിനെ മാത്രം നോക്കേണ്ടതില്ല, ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നൊരു പരിപാടി കൂടിയുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ്. ഞങ്ങളുടെ പിറകിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചൊരു വിഷയം വെച്ച് വെറുതെ വന്ന് പറഞ്ഞതല്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കൃത്യമായ തെളിവുകൾ മഹാദേവപുരയിൽ എങ്ങനെ ഇവർ വിജയിച്ചു എന്ന്, തട്ടിപ്പിലൂടെ വിജയിച്ചു എന്ന് പുറത്തേക്ക് പറഞ്ഞപ്പോൾ അതിനെതിരെ BJP ആദ്യമായി പ്രതികരിച്ചത് ഇത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുരാഗ് ഠാക്കൂറാണ്. അത് ചീറ്റിപ്പോയി എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ വോട്ടർ പട്ടിക തെറ്റാണ് എന്ന് BJPയുടെ അഖിലേന്ത്യാ നേതാവ്, മുൻ മന്ത്രി, ഹിമാചൽ പ്രദേശിലെ അനുരാഗ് ഠാക്കൂറാണ് പറഞ്ഞത്. വയനാട്ടിൽ 3 മൈമൂനമാരുണ്ട് എന്ന അഡ്രസ്സൊക്കെ പറഞ്ഞു. ചീറ്റിപ്പോയി, പക്ഷെ അതിനെ അംഗീകരിച്ചു. പിന്നീട് അതിനെ പ്രതിരോധിക്കാൻ വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതും ചീറ്റിപ്പോയി. ഇതുവരെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പൊളിറ്റിക്സിനോട് അതേ രീതിയിൽ പ്രതികരിക്കാൻ കാര്യകാരണ സഹിതം വെച്ചുകൊണ്ട് മഹാദേവപുരയിൽ ഇത് തെറ്റാണ് എന്ന് പറയാൻ BJPക്ക് സാധിച്ചു. വേറെ പണിക്ക് പോകണമെന്നൊക്കെ ഷാബു പ്രസാദിന്റെ സംസ്കാരത്തിനനുസരിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാം. പക്ഷെ ആ വേറെ പണിക്ക് പോകണം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന്റെ മുഖത്ത് നോക്കിയിട്ടാണ് എന്ന് മറന്നു പോകരുത്. നമ്മൾക്ക് വയനാട്ടിലൊക്കെ അറിയുമ്പോൾ ഷാബു പ്രസാദിന്റെ സുഹൃത്താണല്ലോ തിരൂരിലെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം തൃശ്ശൂരിൽ വോട്ട് ചെയ്ത് എങ്ങനെയാ? കേരളവർമ്മ കോളേജിലെ ആതിര എന്ന് പറയുന്ന പ്രൊഫസർ, അവിടെയുള്ള തൃശ്ശൂരിലെ കൗൺസിലർ, അവരുടെ വീട്ടിൽ 6 മാസമായി താമസിക്കുന്നു എന്ന രേഖ വെച്ചുകൊണ്ടാണ് തിരൂരുകാരനായ ഉണ്ണികൃഷ്ണൻ, എനിക്ക് പരിചയമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ, അവിടെ വോട്ട് ചെയ്തത്. അങ്ങനെ 100 എന്റെ നാട്ടുകാരൻ അത്തോളിക്കാരൻ ചങ്ങാതി ജിതേഷ് അവിടെ വോട്ട് ചെയ്തു. കേരളത്തിലുള്ള അറിയപ്പെടുന്ന BJP കേഡറുകളെയൊക്കെ വളരെ തന്ത്രപൂർവ്വം 6 മാസം കൊണ്ട് മുമ്പേ അവിടെ നിർത്തിക്കൊണ്ട് വോട്ട് ചെയ്യിച്ച് ആ വോട്ടൊക്കെ പെട്ടിയിലാക്കി ജയിച്ചു വന്നതിന് ശേഷം നിങ്ങൾക്ക് വേറെ പണിക്ക് പോകണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പണിക്ക് പോയി. നിങ്ങൾ ഈ തട്ടിപ്പുമായിട്ട് വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാലക്കാട്ട് വിജിലന്റ് ആയത്. നിങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ പാലക്കാട് നഗരസഭയ്ക്കകത്തുള്ള ചുണ്ടാമ്പുതറയിലും കൽപ്പാത്തി ഉൾപ്പെടെയുള്ളിടത്ത് ഓരോ വോട്ട് ചേർക്കുമ്പോഴും ഞങ്ങൾ വിജിലന്റ് ആയിരുന്നു. അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. 18,000 വോട്ടിന് ഞങ്ങൾ ജയിച്ചു. പക്ഷെ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ വിജിലന്റ് ആയതുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ശരിയല്ല. ഈ രാജ്യത്തൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം തകർന്നാൽ, നമ്മളിപ്പോ നേപ്പാൾ കണ്ടു, ആ സിസ്റ്റം തകരുന്നതിന്റെ അവസ്ഥ. ഒരു സിസ്റ്റത്തിനെ നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് ഈ രാജ്യമാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ആ തിരിച്ചറിവ് നിർഭാഗ്യവശാൽ BJPക്ക് ഇല്ല. കാരണം BJPയുടെ വിയർപ്പും ഇൻവെസ്റ്റ്മെന്റും ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാനില്ല. അവർക്ക് അധികാരം നുകർന്ന് ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ, രാജ്യത്തിന്റെ ഈ ഇന്നത്തെ അവസ്ഥയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു തുള്ളി വേർപ്പ്, ഒരു തുള്ളി രക്തം BJPക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിസ്റ്റം ഒക്കെ തകരുമ്പോൾ ഇതിലെ കേഡർമാരെ പിടിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ തൃശൂർ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് BJPക്ക് വേണ്ടി വിടുപണി എടുക്കുന്ന സമയത്തും നിങ്ങൾ എതിർപക്ഷത്തിന്, പ്രതിപക്ഷത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന് ഇവിടെ വന്ന് ന്യായീകരിക്കുന്നത്. നിങ്ങൾക്ക് രാജ്യത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രാജ്യത്തിന്റെ വളർച്ചയിൽ എന്തെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഹൃദയവേദന ഉണ്ടാകും. ആ ഹൃദയവേദനയുള്ള BJPക്കാരും ഈ നാട്ടിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാം. BJPക്കാരൻ, യഥാർത്ഥ BJPക്കാരൻ, ഈ രാജ്യത്തിനോട് ഏതെങ്കിലും രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ഉള്ള BJPക്കാരൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. കണ്ടു തുടങ്ങിയെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് 2002 മുൻപ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവർ, അതിനുശേഷം വന്നവർ, ആ ഡിവൈഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ റിവിഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ 2002 ശേഷം ഏതാണ്ട് 54 ലക്ഷത്തോളം ആൾക്കാർ പുതുതായി വോട്ടർ പട്ടികയിലേക്ക് വന്നു. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു പോവുകയും ചെയ്തു. അതിൽ പല ആളുകളും ജയിക്കുകയും സഭകളിലെത്തുകയും ചെയ്തുവല്ലോ. അപ്പോൾ ആ പരിശോധന കാലഗണനയുടെ ഒരു സാങ്കത്യ പ്രശ്നം കാണുന്നുണ്ടോ? ഞാൻ നിജേഷിനോട്. അല്ല, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു നിഷ്പക്ഷ സമീപനമാണ് കാണുന്നതെങ്കിൽ അവർക്ക് സമയാസമയത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുകയും കൃത്യമായും സത്യസന്ധമായും ആളുകളെ മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷേ 2002 എന്ന് പറയുന്ന ഒരു അജണ്ട ഇപ്പോൾ ഉന്നയിക്കാനുള്ള കാരണം പഴയ കാലത്തുള്ള തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. ഈ കാലഘട്ടത്തിൽ, ഈ 2025-ലും 2026-ലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ കേന്ദ്രീകൃതമായിക്കൊണ്ട് ആളുകളെ വെട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗനിർദ്ദേശ രേഖ മാത്രമാണ് ഈ 2002 എന്ന് പറയുന്ന ഡെഡ് ലൈൻ. അത് വെച്ചുകൊണ്ട് വെട്ടിയപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞു 65 ലക്ഷം ആളുകളെ വെട്ടിപ്പോയില്ലേ ബീഹാറിൽ? നമ്മൾ യോഗേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള ആളുകളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ട് കോടതിയിൽ പോയിട്ടില്ല എങ്കിൽ ഈ ആധാർ കാർഡ് കൂടി 12ാമത്തെ രേഖയായിട്ട് വരുമായിരുന്നോ? രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതുപോലെ മരിച്ച ആളുകളെ വെച്ച് പത്രസമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ, ബീഹാറിന്റെ തെരുവീതികളിലൂടെ യാത്ര നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമായിരുന്നോ? നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക, പുറത്തു വരുമായിരുന്നോ? നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു 10 വർഷമായിക്കൊണ്ട് നമ്മുടെ മൈഗ്രേഷൻ, ഇന്ത്യ രാജ്യത്തിനകത്തുള്ള മൈഗ്രേഷൻ ഏറ്റവും കൂടിയ കാലഘട്ടമാണ്.
പ്രത്യേകിച്ച് നമ്മൾക്കറിയാം നമ്മുടെ കോഴിക്കോട് പട്ടണത്തിൽ അല്ലെങ്കിൽ എറണാകുളം പട്ടണത്തിലെ പെരുമ്പാവൂരിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ അതിഥി തൊഴിലാളികൾ കൂടുതലാണ്. കൂട്ടം കുടുംബവുമായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പൊ അവിടെ വെട്ടിപ്പോയത് അവർ അറിയുന്നില്ല. അവരൊക്കെ തെരഞ്ഞെടുപ്പിന് മാത്രം തിരിച്ചു പോകുന്ന സമയത്താണ് അവരുടെ വോട്ടവകാശം ഇല്ലാതായി പോകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശാസ്ത്രീയമായിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ഇന്ത്യ രാജ്യത്തുണ്ടായ അവസ്ഥയെ, സാമൂഹ്യ അവസ്ഥയെ മനസ്സിലാക്കി മുതലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കൃത്രിമത്വം നടത്താമെന്ന് കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് കാണുക. അത് ചെറിയ കാര്യമല്ല. അല്ല, ശ്രീ റജി